കോഴിക്കോട് തൂണേരിയിൽ വിദ്യാർത്ഥിനിയെ തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തി. മാഹി ഗവൺമെന്റ് കോളേജ് BSc വിദ്യാർത്ഥിനി കാർത്തികയാണ് മരിച്ചത്. മേഘയുടെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി മേഘ, എങ്ങനെയാണ് വിവരങ്ങൾ? കോഴിക്കോട് തൂണേരിയിലാണ് മാഹി ഗവൺമെന്റ് കോളേജ് വിദ്യാർത്ഥിനിയായ കാർത്തികയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിലെ മുകളിലത്തെ നിലയിലായിരുന്നു മുറിയിൽ തീപ്പൊള്ളലേറ്റ് കിടക്കുന്ന നിലയിൽ കാർത്തികയെ കണ്ടെത്തിയത്. മണ്ണെണ്ണ ഒഴിച്ച് തീക്കൊളുത്തി എന്നതാണ് പ്രാഥമികമായി എത്തിയിരിക്കുന്ന നിഗമനം. അടുത്ത വീട്ടിൽ നിന്ന് പുക ഉയർന്നത് കണ്ട് അടുത്ത വീട്ടിൽ നിന്ന് ഓടിയെത്തിയ ആളുകളാണ് ഇത്തരത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ നിലയിൽ കാർത്തികയെ വീട്ടിലെ മുകളിലത്തെ മുറിയിൽ കണ്ടത്. മാഹി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അവധി ആയതിനാൽ വീട്ടിലേക്ക് വന്നതായിരുന്നു. ഈ അപകടം നടക്കുന്ന സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നതാണ് പ്രദേശവാസികൾ പറയുന്നത്. ഏതായാലും മൃതദേഹം വടകര ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ നിന്ന് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് പിന്നാലെ ബന്ധുക്കൾക്ക് അല്പസമയത്തിനകം വിട്ടു നൽകും. മേഘ, എന്തായാലും വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വിദ്യാർത്ഥിനി തീകൊളിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളത്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ നിലവിൽ ലഭിക്കുന്നുണ്ടോ? പ്രത്യേകിച്ചും എന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹത ആരോപണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് ബന്ധുക്കൾക്ക് കൃത്യമായി, കാരണം മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാത്ത വിദ്യാർത്ഥിനിയായിരുന്നു എന്നതാണ് പറയുന്നത്. അച്ഛനും അമ്മയും ഈ അപകടം നടക്കുന്ന സമയത്ത് വീട്ടിൽ ഉണ്ടായിരുന്നില്ല. നിലവിൽ നമുക്ക് ബന്ധുക്കളുടെ പ്രതികരണം ഒന്നും തന്നെയും ലഭ്യമായിട്ടില്ല. ഏതായാലും ഒരു പക്ഷേ വരുന്ന സമയങ്ങളിൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും വീട്ടിൽ ആരുമില്ലാത്ത സമയത്താണ് ഇത്തരത്തിൽ ഒരു അപകടം നടന്നിരിക്കുന്നത്. ആത്മഹത്യ ചെയ്തു എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഏതായാലും വളരെ ദാരുണമായൊരു സംഭവം തന്നെയാണ് തൂണേരിയിൽ ഉണ്ടായിരിക്കുന്നത്. ശരി മേഘ, കോഴിക്കോട് തൂണേരിയിലാണ് വിദ്യാർത്ഥിനിയെ തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാഹി ഗവൺമെന്റ് കോളേജ് BSc വിദ്യാർത്ഥിനി കാർത്തികയാണ് മരിച്ചത്. വീട്ടിൽ ആരുമില്ലാത്ത സമയത്തായിരുന്നു ഈ കൃത്യം നടന്നത്. എന്താണ് ഇതിന് പിന്നിൽ എന്നുള്ളതൊക്കെ ഇനി അടുത്ത മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. മേഘയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.